ആ പഴയ വീടിനെ ഈ തമ്പനയിൽ കാണുന്ന ഡിഫറൻ്റ് ആയ ഒരു വീടായിട്ട് മാറ്റുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് പൊക്കം കുറഞ്ഞ ഒരു കാർ പോർച്ചാണ്. അത് നമ്മൾ കേടൊന്നും വരുത്താതെ നിലനിർത്തുകയാണ്. എന്നിട്ട് അത് നമ്മളൊരു സിറ്റ് ഔട്ടാക്കി മാറ്റാം. റിനോവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കഴിയുന്നത് ഡിസ്മാൻഡ്ലിങ് കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ അഡീഷണൽ പില്ലറൊക്കെ കൊടുത്ത് ഇവിടെ ഒരു റൂഫ് സ്ലാബൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതൊരു ടോയ്ലറ്റാണ്. ഇതിൻ്റെ അപ്പുറത്തും ടോയ്ലറ്റ് തന്നെയാണ്. നേരത്തെ ഞാൻ സിറ്റ് ഔട്ട് ആക്കി എന്ന് പറഞ്ഞ കാർ പോർച്ചാണ്. ഈ കാർ പോർച്ചിൻ്റെ അതേ സ്ലാബ് ലെവലിൽ തന്നെ ഇവിടെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കയറിയിട്ട് പുതിയ സ്റ്റെയർ കേസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ സ്ലാബ് പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രം മതി. നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും വരുത്തണ്ട. അതേ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ റൂമിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടുള്ള സ്ലാബ് കട്ട് ചെയ്തപ്പോൾ അതേ സ്പേസ് തന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ട് പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്തു. ഈ ബെഡ്റൂമിന് അറ്റാച്ച് ടോയ്ലറ്റ് എടുത്താണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ച ഒരു ടോയ്ലറ്റ്. പുറത്തുനിന്ന് കാണിച്ച രണ്ടാമത്തെ ടോയ്ലറ്റിൻ്റെ ബാക്ക് സൈഡാണിത്. അതും വേറൊരു ടോയ്ലറ്റ് ആക്കിയിട്ട് ഞാൻ ഈ നിൽക്കുന്ന ബെഡ്റൂമിന് അറ്റാച്ച് ടോയ്ലറ്റ് ആക്കി മാറ്റി. അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ ബെഡ്റൂമായിരുന്നു ഇവിടം വരെ ഉള്ളത്. അതിന് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്തത്. ഇവിടെ ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന് ഇവിടെ നിന്നൊരു ഡോറൊക്കെ വെച്ചിട്ട്, നേരത്തെ സിറ്റ് ഔട്ടാണെന്ന് പറഞ്ഞു, ആ സിറ്റ് ഔട്ടിൽ നിന്നൊരു ഡോറൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഒരു ഡ്രോയിങ് റൂം നമ്മൾ സെറ്റ് ചെയ്യും. ഇങ്ങനെ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ഡ്രോയിങ് റൂം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ആ ഡ്രോയിങ് റൂമിലൂടെ പഴയ ഡൈനിങ്ങും കൂടി ചേർത്തപ്പോൾ നല്ല വലിയൊരു ലിവിംഗ് റൂം നമുക്ക് ഇവിടം വരെ കിട്ടി. ആ സ്റ്റെയർ കേസിനാണ് ലിവിംഗ് റൂമിൻ്റെ ഭാഗമാണ്, ഡ്രോയിങ് റൂമിൻ്റെ ഭാഗമല്ല. അതേസമയത്ത് ആലപ്പുഴ ബോട്ട് ലാൻഡിംഗ് പ്ലേസിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഫ്യൂച്ചറിൽ ഫസ്റ്റ് ഫ്ലോർ Airbnb അതുപോലത്തെ ഏതെങ്കിലും സ്ഥാപനത്തിന് റെന്റിന് കൊടുക്കാൻ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോറ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഓപ്പണിങ്ങിൽ നമ്മളൊരു വാള് കെട്ടുകയോ ഒരു പാർട്ടീഷൻ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറ് കൂടെ വന്നിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പം നമുക്ക് ആ ഒരു റെന്റൽ ഇൻകം വരും. അതേസമയത്ത് ഇവിടെ പണ്ടുണ്ടായിരുന്ന ബെഡ്റൂമിൽ കൂടെ കയറിയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡ്രോയിങ് റൂമാണ്, അതിലേക്ക് കയറിയിട്ട് ഇവിടെ ഒരു ഡോറൊക്കെ വരുമ്പോൾ നേരെ ഡൈനിങ് റൂമിലേക്ക് ആ സിറ്റ് ഔട്ടിൽ നിന്ന് ഡ്രോയിങ് റൂമിൽ കൂടെ കയറി ഇതിലേ വന്ന് നേരെ ഏറ്റവും കുറഞ്ഞ വാക്കുവിൽ നമുക്ക് പോകാൻ പറ്റും. പഴയ അടുക്കളയിൽ ഇവിടെ ഒരു ചിമ്മിനി ഉണ്ടായിരുന്നു. ഈ ചിമ്മിനിയുടെ കണ്ടീഷൻ കണ്ട മോൾ വശത്തൊക്കെ ചെടികളൊക്കെ പടർന്ന് ആകെ ദോഷമായിട്ട് നിൽക്കണം. അത്രയും ഡാമേജ് ആയിട്ടുള്ള ചിമ്മിനി കളഞ്ഞപ്പോഴത്തേക്ക് നല്ല വലിയ കിച്ചൺ കിട്ടി. നോക്കിയാൽ നല്ല രസമുള്ള വലിയൊരു കിച്ചണായിട്ട് നമുക്ക് കിട്ടിയില്ലേ. പഴയ വർക്ക് ഏരിയയ്ക്ക് ഹൈറ്റ് കുറവാണ്, അത് നമ്മളിപ്പോഴും വർക്ക് ഏരിയ ആയിട്ട് തന്നെ വെക്കുകയാണ്. ഇവിടെ വാഷിംഗ് മെഷീനും പുകയില്ലാത്ത അടുപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഇരുന്ന് ആ ചിമ്മിനി ഉണ്ടായിരുന്നു. ആ ചിമ്മിനി പോയപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നല്ല വലിയൊരു ബെഡ്റൂമും കിട്ടി. അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമും അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഴയ ബെഡ്റൂം ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, ചെറുതായിരുന്നു. ഇത് ഈ സ്ഥലം ആ കാർ പോർച്ചിൻ്റെ ഹൈറ്റിൻ്റെ ഒപ്പം താഴ്ന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് ഉണ്ടാക്കിയതിൻ്റെ ഒപ്പം ഇവിടെ പൊക്കത്തിൽ റൂഫ് സ്ലാബിൻ്റെ ലെവലിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു ബെഡ്റൂം കിട്ടി. താഴെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത ടോയ്ലറ്റിൻ്റെ മുകളിലായിട്ടൊരു ബാൽക്കണി വന്നപ്പോൾ എലിവേഷൻ കുറച്ച് ഭംഗിയായി. താഴെ പുറകിലെ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇവിടെയും ടോയ്ലറ്റ് കിട്ടി. പുറകിലെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ടിൽ സ്റ്റെയർ വരുന്നതുകൊണ്ട് എലിവേഷനിൽ ആ സ്ട്രിപ്പുകളൊക്കെ കൂടി വന്നപ്പോൾ ഒരു ഭംഗിയില്ലേ പ്രത്യേകമായിട്ട്. ഇങ്ങനെ ഒരേ സമയം താഴ്ന്നു കിടന്നിരുന്ന സ്ലാബിൽ കുറേ ഭാഗം യൂട്ടിലൈസ് ചെയ്യുകയും കുറേ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ റീയൂസ് ചെയ്യുകയും ചെയ്തു. ഇത്തരം ജോലികൾ കേരളത്തിലെവിടെയും കർണാടകത്തിൻ്റെ തെക്കൻ ജില്ലകളിലും ഇപ്പോൾ റിപ്പയർ കൊച്ചി ടീം ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ട് ശ്യാമാണ് റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നന്ദി.